ഹായ്, നേഹൂസ് പ്രെറ്റി ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ പ്രാവശ്യം കുറേ ചെടികളൊക്കെ കുറച്ച് പേർക്കൊക്കെ കിട്ടാത്തതുണ്ടായിരുന്നു, തീർന്നു പോയായിരുന്നു. അപ്പോൾ അതിൽ ചിലതൊക്കെ നമുക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് പ്ലാന്റ്സ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. ഫസ്റ്റ് പ്ലാന്റ് ഈ നിയോൺ കളറിലുള്ള വൈറ്റ് പൂക്കളോട് കൂടിയ പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ്. അപ്പോൾ എൻ്റെ മദർ പ്ലാന്റ് കണ്ടു, അതുപോലെ ബോൾ ഷേപ്പിൽ നല്ല പൊട്ട് നിറയെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. നഴ്സറീസിലൊക്കെ ഇതിനെ യെല്ലോ മിനി പാല എന്നാണ് പറയുന്നത്. നല്ല ഭംഗിയാണ്, എന്താണ് നല്ല നിയോൺ കളറാണ്. പിന്നെ നമുക്ക് ഈ കൊളക്കേഷ്യ ഭാഗത്തിൽപ്പെട്ട ഈ കലേഡിയം ഉണ്ട്. നല്ല ബ്ലാക്ക് കളറിലാണ് അതിൻ്റെ ലീഫിനുള്ളത്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമുക്കിത് മണ്ണിൽ വേണേലും വളർത്താം, വെള്ളവും ചെളിയും കൂടി നമ്മൾ ആമ്പലും താമരയൊക്കെ നടുന്ന പോലെ വേണേലും ഇത് നടാവേ. അപ്പം ആമ്പലൊക്കെ നടുന്ന പോലെ ചെളിയിൽ നടുന്നതാണ് കൂടുതൽ നന്നായിട്ട് വളരുന്നത്. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഈ വൈറ്റ് വേരിയേഷൻ വരുന്ന അരേലിയാണ്. ഇത് നമ്മുടെ സാധാ അരേലിയ, മറ്റേ വൈറ്റ് വേരിയേഷൻ വരുന്ന വേറൊരു ടൈപ്പ് അരേലിയ കൂടെ ഉണ്ട്. ഇതിൻ്റെ ലീഫിന് ഇത്തിരി കൂടെ വ്യത്യാസമുണ്ട്. നല്ല കുരുകുരാന്നിരിക്കുന്ന ലീഫുകളാണ് ഇതിനുള്ളത്. ഇതുപോലെ ഇത്രയുള്ള പ്ലാന്റാണ്. അതിൻ്റെ ലീഫ് കണ്ടില്ല, കുരുകുരാന്നിരിക്കുന്ന ലീഫുകളാണ്. നല്ല ഭംഗിയാണതും. അടുത്തത് മരമുല്ലയുടെ തൈകളാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വന്നതിലേക്കാൾ ഇത്തിരി കൂടെ വലിയ പ്ലാന്റാണ് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. മുട്ടുകളൊക്കെ ആകാൻ തുടങ്ങിയതാണ്. അടുത്തത് ഈ പ്ലാന്റാണ്, ഫ്ലോറ പെറ്റാലോ എന്ന് പറയുന്ന പ്ലാന്റ്. ഇതിൽ നല്ല പൂക്കളുണ്ടാകും. നമുക്ക് പ്രൂൺ ചെയ്ത്, ഞാൻ ആദ്യം കാണിച്ച ആ പ്ലാന്റില്ലേ അതുപോലെ തന്നെ നമുക്ക് പ്രൂൺ ചെയ്ത് ബോൾ ഷേപ്പിലൊക്കെ നിർത്താം. ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഇതിൽ പൂക്കളും ഉണ്ടാവുകയുള്ളൂ. ഇത് ടെക്കോമയുടെ റെഡ് കളർ പൂക്കളുണ്ടാകുന്ന പ്ലാന്റാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചവർക്കൊന്നും കുറച്ച് പേർക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല, തീർന്നു പോയായിരുന്നു. ഈ പ്രാവശ്യം വന്നിരിക്കുന്ന പൂക്കളോടുകൂടിയ ചെടികളാണ് മിക്കതും. ഇതിലൂടെ വലിയ പ്ലാന്റ് കൂടാണ്. ഇത് രംഗൂൺ ക്രീപ്പറിൻ്റെ ഡ്വാർഫ് വെറൈറ്റിയാണ്. ഡബിൾ പെറ്റലല്ല, സിംഗിൾ പെറ്റലാണ്. പക്ഷേ നല്ല ബുഷി ആയിട്ടുള്ള നല്ല പ്ലാന്റാണ്. ഇപ്പോഴേ ഇതിലേതുണ്ടാകും, മുട്ടുകളൊക്കെ ആയിട്ടുണ്ട്. ചെറുതിലേ പൂവുണ്ടാകും കേട്ടോ. ഡ്വാർഫ് വെറൈറ്റി അങ്ങനെയാണ്, ചെറുതിലേ പൂവുണ്ടാകും. ഒന്നുമുണ്ടാകും. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്, വലിയ പ്ലാന്റ്. ഇതിലെല്ലാം മൊട്ടായതാണ്. ഇതൊരു പോട്ടിൽ, അങ്ങ് വലിയ പോട്ടിൽ നട്ടാൽ നല്ല ഭംഗിയുടെ സ്റ്റിക്ക് കൊടുത്ത് നിർത്തിയാൽ മതി. ഒത്തിരി ക്രീപ്പർ പോലെ ഒത്തിരി വളരുകയില്ല. ഇതുപോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കും. അടുത്ത ലില്ലി പ്ലാന്റാണ്. ലില്ലിയുടെ റെഡ് കളറ് മുട്ടൊക്കെ ആയതാണ് ചില പ്ലാന്റ്. ഇതിൽ ചെറിയ തൈകൾ നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ പ്ലാന്റാണ്. ബ്ലൂ കളറിൽ പൂക്കളുണ്ടാകുന്ന ബ്ലൂ ഡൈസി പോലെ പൂക്കളാണ് അതിന്. പക്ഷേ ക്രീപ്പറാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അതിന് നല്ല ഡാർക്ക് കളറാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഇതിന് നല്ല ഡാർക്ക് കളറാണ്. ഇതിന് സീസണൊന്നുമില്ല, എപ്പോഴും പൂക്കളുണ്ടാകും. നമുക്കൊരു ആർച്ച് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ കയറ്റി വിടാൻ നല്ലൊരു പ്ലാന്റാണ്. സീസണല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം, അപ്പോഴാണ് നിറയെ പൂക്കളുണ്ടാകുന്നത്. ഇതുകൊണ്ട് ഞാനൊരു സ്റ്റിക്കിൽ ഇങ്ങനെ മേളിൽ റൗണ്ട് ഷേപ്പിൽ കമ്പി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേ ഇങ്ങനെ കൊട്ട പോലെ അതിന് മുഴുവൻ പടർത്തി കൊടുത്തിരിക്കുകയാണ്. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഇതിലത്തെ പൂവില്ല. ഞാൻ ആദ്യം കാണിച്ചത് വേറൊരു എണ്ണത്തും കൂടെ എനിക്കുണ്ട്, അതിൽ നിറയെ പൂക്കളായിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് ഇട്ടുകൊണ്ടാണ്. നല്ലൊരു പ്ലാന്റാണത്. അതിൻ്റെ തൈകൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കൂഫിയയുടെ ഈ പ്ലാന്റിൻ്റെ തൈകളും റെഡി ആയിട്ടുണ്ട്, വയലറ്റ് കളറ്. പിന്നെ യെല്ലോ കളറും വൈറ്റ് കളറും നമ്മുടെ കയ്യിൽ റെഡിയായി വരുന്നുണ്ട്. ഇപ്പം ഇല്ല, അടുത്ത പ്രാവശ്യത്തെ സെയിലിൽ ഞാൻ യെല്ലോ കളർ കൂടെ തരുന്നതാണ്. പിന്നെയുള്ളത് ഈ ബിഗോണിയയുടെയാണ്. എത്രയോ തൈകളുണ്ടെങ്കിലും തികയില്ലാത്തൊരു പ്ലാന്റാണിത്. നല്ല ഭംഗിയാണ് ക്രീപ്പറായിട്ട് വിടാനായിട്ട്. ഇതിൻ്റെ ഇലയുടെ ഭംഗി. അപ്പോൾ ഈ പ്രാവശ്യം വീണ്ടും കുറച്ച് തൈകളൂടെയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു ബിഗോണിയ പ്ലാന്റാണിത്. പിന്നെ ഈ കലാത്തിയാണ്, നല്ലൊരു കലാത്തിയാണ്. നമുക്ക് ഒരു തൈ നട്ടാൽ മതി, ഒരുപാടാകും, ചട്ടി നിറയെ ആകുന്നൊരു പ്ലാന്റാണ്. അങ്ങനെ പെട്ടെന്നൊന്നും നശിച്ചു പോകില്ല. അതൊരു കലാത്തിയ വെറൈറ്റിയാണിത്. അടുത്തത് കലാത്തിയുടെ ഈ വെറൈറ്റിയാണ്, റാറ്റിൽ സ്നേക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇത് എത്ര ഉള്ള ഒരു പ്ലാന്റാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്.
ഇതൊരു ഡിഫൻ ബാച്ചിയാണ്. ഗ്രീനിനകത്ത് വൈറ്റ് കളറ് ഡിസൈനോട് കൂടി ഒരു ഡിഫൻ ബാച്ചിയാണ്. നല്ലൊരു വെറൈറ്റിയാണ്. നല്ല നീണ്ട ലീഫാണ് ഇതിനുള്ളത്. പിന്നെയുള്ളത് ഇതൊരു ഇങ്ങനത്തെ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പേര് പെപ്പറോമിയ എന്നാണ് നമുക്ക് കിട്ടിയപ്പോൾ പറഞ്ഞത്. വൈറ്റും ഗ്രീനൂടെ ലീഫാണ് അതിനുള്ളത്. പിന്നെയുള്ളത് ഇതാണ് കലാത്തിയയുടെ ഒരു പ്ലാന്റ് തന്നെയാണ്. ഗ്രീനും വൈറ്റൂടെ ലീഫുള്ള ഒരു പ്ലാന്റാണ്. ഇതും ഇപ്പം നമ്മുടെ കയ്യിൽ ഒരുപാട് തൈകൾ റെഡി ആയിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ കലാത്തിയാണ്. ഇതും ഞാൻ ആദ്യം കാണിച്ച കലാത്തിയ പോലെ തന്നെ ഒരുപാട് തൈകൾ പെട്ടെന്നാകുന്ന ഒരു കലാത്തിയാണ്. പെട്ടെന്നൊന്നും ചീത്തയായി പോകത്തുമില്ല. പിന്നെ സീബ്ര കലേഡിയത്തിൻ്റെ തൈകൾ നമ്മുടെ കയ്യിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കയ്യിൽ തീർന്നു പോയായിരുന്നു. എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം കുറേ തൈകൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മെഹന്തി പ്ലാന്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. മെഹന്തി കളറിലുള്ള ലീഫാണ് ഇതിനുള്ളത്. നമ്മുടെ ഇൻഡോറിലൊക്കെ ഒരു മരത്തിൻ്റെ ഷേപ്പിലൊക്കെ നിർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. പിന്നെയുള്ളത് നാരോ ലീഫിലുള്ള സിങ്കോണിയാണ്. നല്ല ബുഷിയായിട്ടുള്ള വലിയ പ്ലാന്റാണ്. പിന്നെ അഗ്ലോണിമയുടെ 2 വെറൈറ്റീസ് ഉണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ്. ഒരെണ്ണത്തിന് 30 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. 30 രൂപയുള്ളൂ ഒരെണ്ണത്തിന്. പിന്നെ ഡിഫൻ ബാച്ചിയുടെ ഈ വെറൈറ്റിയുടെ വലിയ പ്ലാന്റുകളും ഉണ്ട്, ചെറിയ പ്ലാന്റും ഉണ്ട്. വേണ്ടവരൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി, വലിയ പ്ലാന്റാണോ ചെറിയ പ്ലാന്റാണോ വേണ്ടതെന്നുള്ളത്. നല്ലൊരു ഡിഫൻ ബാച്ചിയ വെറൈറ്റിയാണ്. നല്ല കട്ടിയുള്ള ലീഫാണ് ഇതിനുള്ളത്. അതിൻ്റെ മീഡിയം സൈസിലുള്ള പ്ലാന്റാണ്. പിന്നെ ഡിഫൻ ബാച്ചിയുടെ വേറൊരു വെറൈറ്റിയാണ്. എപ്പോഴും എല്ലാവർക്കും വേണ്ട ഒരു പ്ലാന്റാണ്. ഒത്തിരി പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുള്ള പ്ലാന്റാണിത്. ചിലപ്പോഴൊന്നും ഇതിൻ്റെ തൈ കാണത്തില്ല. ഇപ്പോൾ ഈ പ്രാവശ്യം ഇരിക്കുന്നത് വലിയ തൈയാണ്. ഇതുപോലെ നീളത്തിലാണ് ഇതിൻ്റെ ലീഫ്. നല്ല നീണ്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് കണ്ടോ വൈറ്റ് കളർ ഡോട്ടൂടെ വന്നിട്ടുണ്ട്. 2 കളറിലുള്ള ഗ്രീൻ കളറാണ് വന്നേക്കുന്നത്. പിന്നെ ഒരു വൈറ്റ് ഡോട്ട്. നല്ലൊരു വെറൈറ്റിയാണ്. പിന്നെ ഹോമലോണിമ ബ്ലാക്കിൻ്റെ തൈകൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ നല്ല ബ്ലാക്ക് കളറോടുകൂടി. ഇത് ഉമിയാണ്. പൊട്ടി മിക്സിയിലൊക്കെ ചേർക്കാൻ മണലിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് ഇതാണ്. നേരത്തെ ഞാനൊരു പ്രാവശ്യം വീഡിയോയിലിട്ടിരുന്നു. അന്ന് എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തീർന്നു പോയി. എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ അടുത്ത് വന്ന് വാങ്ങിച്ചവരുമുണ്ട്. ഈ പ്രാവശ്യം വീണ്ടും നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി പേരൊക്കെ ഇടയ്ക്ക് എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ മഴയായിരുന്നുകൊണ്ട് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇൻഡോറിലൊക്കെ ആണെങ്കിലും മണലിനേക്കാളും വെള്ളം മാറുന്നു പോകാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. ബിഗോണിയൊക്കെ നടുന്നവർക്ക്, ഞാൻ ബിഗോണിയ എല്ലാം നടുന്നതിനകത്താണ് അഗ്ലോണിമയും മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്ത്. മണലാണെങ്കിൽ ഇത്തിരി കൂടിപ്പോയാൽ കറ്റിച്ചു പോകും. പക്ഷേ ഈ ഉമി ചേർക്കുവാണെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പവും വരത്തില്ല. നല്ലതായിട്ട് വെള്ളവും പാർന്നു നോക്കുള്ളൂ. എന്നാ ചീത്ത മണ്ണാണെങ്കിലും ഇതിൻ്റെ കൂടെ അത് മിക്സ് ചെയ്താൽ മതി. അപ്പം ഒരുപാട് ചേർക്കരുത്. ഒരു പാതി അളവിൽ ചേർത്താൽ മതി. കാരണം ഒത്തിരി ചേർത്ത് കഴിയുമ്പം വെള്ളം ഒട്ടും മണ്ണിനകത്ത് നിൽക്കത്തില്ല. അതുപോലെ വെള്ളം പാർന്നു പോകുന്ന ഒരു സാധനമാണിത്. അപ്പം നല്ലതാണ് നമുക്ക് ഇൻഡോറിലാണെങ്കിലും ഉപയോഗിക്കാനൊക്കെ. മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്താണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് 1 കിലോയുടെ ഒരു പാക്കറ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ്സുകൾ. ഇതിലേതിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.